Please subscribe and click on the bell icon for more videos. നമസ്കാരം FundEd360 പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ പ്രൊഫസർ അനൂപ് മാത്യു. ഇന്നത്തെ വിഷയം ഷോർട്ട് ഡെലിവറിയാണ്. ഷോർട്ട് ഡെലിവറി എന്ന് പറയുന്നത് നമ്മളൊരു ഷെയർ നമ്മൾ വിറ്റു, പക്ഷേ നമ്മുടെ കയ്യിൽ ആ ഷെയർ ഇല്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? നമ്മൾ വിറ്റ ഷെയർ രണ്ടാമത്തെ ദിവസം ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ T+2 സെറ്റിൽമെൻ്റ് ആണ്. അപ്പോൾ രണ്ടാമത്തെ ദിവസം ബയറുടെ കയ്യിൽ വാങ്ങിച്ച ആളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് അത് ക്രെഡിറ്റ് ചെയ്യപ്പെടില്ല. അപ്പോൾ ഇങ്ങനെ ക്രെഡിറ്റ് ചെയ്യപ്പെടാതെ പോകുന്നതും നമുക്കില്ലാത്ത ഒരു ഷെയർ വിറ്റത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഇല്ലാത്തൊരു ഷെയർ വിൽക്കുമ്പോൾ അതിനെയാണ് നമ്മൾ സാധാരണ ഷോർട്ട് ഡെലിവറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷോർട്ട് ഡെലിവറി എങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ രീതിയിൽ നമ്മുടെ പുതിയ ബ്രോക്കേഴ്സിൻ്റെയൊക്കെ ട്രേഡിംഗ് ഇൻ്റർഫേസ് അനുസരിച്ച് നമ്മൾ അറിയാതെ വിറ്റ് പോവുക, അബദ്ധത്തിൽ വിറ്റ് പോവുക, അങ്ങനത്തെ ഒന്നും സംഭവിക്കില്ല. ഉദാഹരണമായിട്ട് നമുക്ക് ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ കെമിക്കൽസ്, ടാറ്റ പവർ ഇതൊക്കെ നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ടാറ്റ എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പം ടാറ്റ കൺസൾട്ടൻസി സർവീസാണ് നമ്മൾ സെല്ല് ചെയ്ത് പോയെന്ന് വിചാരിക്കുക. ടാറ്റ കൺസൾട്ടൻസി സർവീസ് നമുക്കില്ല. അപ്പോൾ ഇന്നത്തെ ബ്രോക്കേഴ്സിൻ്റെ ഇൻ്റർഫേസ് അനുസരിച്ച് ടാറ്റ കൺസൾട്ടൻസി സർവീസ് നമ്മൾ ക്യാഷിൽ സെല്ല് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് റിജക്റ്റഡ് ആവും. അപ്പോൾ അങ്ങനത്തെ ഒരു അറിയാതെ വിറ്റ് പോവുക എന്ന് പറയുന്ന ഒരു പരിപാടിയില്ല. പിന്നെയുള്ള നമ്മൾ MISൽ, അതായത് മാർജിൻ അവൈൽ ചെയ്തിട്ട് ഇൻട്രാഡേ സ്ക്വയർ ഓഫിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ കാലത്ത് ഷോർട്ട് സെൽ ചെയ്തു എന്ന് കരുതുക, എന്നിട്ട് നമ്മൾ ടാർഗറ്റ് കൊടുത്തു ബൈ ചെയ്യാൻ വേണ്ടിയിട്ട്, കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷേ അത് നടന്നില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ മറന്നു പോവുക എന്തെങ്കിലും ചെയ്തു. അതേപോലെ തന്നെ സിസ്റ്റത്തിനും സ്ക്വയർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ ഈ ഒരു കേസിൽ ഇത് ഒരു ഷോർട്ട് ഡെലിവറി ആയി കണക്കാക്കും. അതേപോലെ തന്നെ ലിക്വിഡിറ്റി കുറഞ്ഞ സ്റ്റോക്കുകളൊക്കെ ആകുമ്പം സിസ്റ്റം തന്നെ കവർ ചെയ്യാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ, സ്ക്വയർ ഓഫ് ചെയ്യാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല. ചിലപ്പം ആ ഒരു സ്റ്റോക്ക് അപ്പർ സർക്യൂട്ടിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഇത് തന്നെ സംഭവിക്കും. കാരണം സെല്ലേഴ്സ് ഇല്ല, സ്ക്വയർ ഓഫ് ചെയ്യില്ല. ഈ ഒരു കേസിലൊക്കെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഷോർട്ട് ഡെലിവറി. അതുകൊണ്ടാണ് പലപ്പോഴും ഇൻട്രാഡേയിൽ നമ്മൾ പറയാറ്, ഇൻട്രാഡേയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഷോർട്ട് സെല്ലൊക്കെ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ലിക്വിഡിറ്റി ഉണ്ടെന്നുള്ളത് ഉറപ്പാക്കുക. ഇല്ലെങ്കിൽ നഷ്ടത്തിൽ പോലും സ്ക്വയർ ഓഫ് ചെയ്യാൻ കഴിയില്ല, ഷോർട്ട് ഡെലിവറി ആയിപ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഷോർട്ട് ഡെലിവറി എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. രണ്ടാമത്തെ ഷോർട്ട് ഡെലിവറി സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് ഒരു ഷെയർ വാങ്ങിച്ചു. ഉദാഹരണമായി നമ്മൾ ഇന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് കാലത്ത് വാങ്ങിച്ചു. കാലത്ത് നമ്മളത് വാങ്ങിച്ചത് ഒരു 100 രൂപയ്ക്കാണെന്നിരിക്കട്ടെ. അപ്പോൾ 100 രൂപയ്ക്ക് നമ്മൾ റിലയൻസ് ഇൻഡസ്ട്രീസ് വാങ്ങിച്ചു 10 എണ്ണം. ഉച്ചയ്ക്ക് കഴിഞ്ഞ് നോക്കിക്കഴിയുമ്പം അതിൻ്റെ വില 110 രൂപയായിരിക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു, ശരി, ഇത് നമ്മൾ ക്യാഷിനാണ് വാങ്ങിച്ചതെങ്കിലും എന്നാലും 10 രൂപ ലാഭം കിട്ടിയതുകൊണ്ട് നമുക്ക് സെല്ല് ചെയ്തേക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് അതങ്ങ് സെല്ല് ചെയ്തു, 10 രൂപ ലാഭവും ലഭിച്ചു. നിർഭാഗ്യവശാൽ സംഭവിച്ച ഒരു കാര്യം, നമുക്ക് തരേണ്ട ആൾ, നമ്മൾ വാങ്ങിച്ച അവിടുന്ന് ഡെലിവർ ചെയ്യേണ്ട ആൾ, അയാളുടെ കയ്യിൽ ഇതില്ലായിരുന്നു. അഥവാ അയാൾ ഈ പറഞ്ഞതുപോലെ ഒരു ഷോർട്ട് ഡെലിവറിയോ മറ്റോ ആയിപ്പോയ ഒരാളാണെന്ന് കരുതുക. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളും ഈ ഒരു ഷോർട്ട് ഡെലിവറി സൈക്കിളിൻ്റെ അകത്ത് പെട്ടുപോയി. T+2 എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിൽ മറ്റന്നാൾ നമ്മുടെ അക്കൗണ്ടിൽ വരാത്തതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തുനിന്ന് ബൈ ചെയ്തയാൾക്കും സെറ്റിൽ ചെയ്യാൻ ഈ ഒരു ഷെയർ ഉണ്ടാകില്ല. സാധാരണ രീതിയിൽ ലിക്വിഡിറ്റി ഉള്ള ഷെയറിന് സംഭവിക്കില്ല, റിലയൻസ് ഒക്കെ പോലെയുള്ളതിന്. പക്ഷേ ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഇതാണ് രണ്ടാമത്തെ കാരണം. ഇതാണ് ഷോർട്ട് ഡെലിവറി. ഇതാണ് ഷോർട്ട് ഡെലിവറിയെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ ഷോർട്ട് ഡെലിവറി സംഭവിക്കുമ്പോൾ എന്താണ് നമുക്കുണ്ടാകുന്ന നഷ്ടം, ഇതിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ്, അത് നമുക്ക് നോക്കാം. അപ്പോൾ ബയർക്ക് ഈ ഒരു പ്രത്യേക ഷെയർ കിട്ടാതെ വരുമ്പോൾ എക്സ്ചേഞ്ച് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്ചേഞ്ച് ഓപ്ഷൻ മാർക്കറ്റിൽ നിന്നും ഈ ഷെയർ വാങ്ങിച്ച് ബയർക്ക്, വാങ്ങിച്ചയാൾക്ക് നൽകും. അപ്പോൾ T+2 ഡേ, അതായത് വിറ്റ ദിവസം അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ക്ലിയറിങ്ങിന് നോക്കുമ്പം ഇത് വരുന്നില്ല, കിട്ടുന്നില്ല എന്ന് വരുമ്പോൾ T+3 ഡേ, മൂന്നാമത്തെ ദിവസം ഇത് ഓപ്ഷൻ മാർക്കറ്റിൽ പോകും. ഓപ്ഷൻ മാർക്കറ്റ് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് മെമ്പേഴ്സ് മാത്രം പങ്കെടുക്കുന്ന ഒരു മാർക്കറ്റാണ്. സാധാരണ രീതിയിൽ 2 മുതൽ 2:45 വരെ ഉള്ള സമയത്താണ് നടക്കുക. കാരണം എക്സ്ചേഞ്ച് ടൈമിംഗ് തന്നെയാണ് നടക്കുക. കാരണം വേറെ പ്രത്യേക സമയങ്ങൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാറില്ല. അപ്പോൾ 2 മുതൽ 2:45 വരെയുള്ളത് നടക്കും. അതിനകത്ത് ആകെയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു പ്രത്യേക ഓപ്ഷന് വേണ്ടിയിട്ട് ഈ ഡിഫോൾട്ടി ആയിട്ടുള്ള ബ്രോക്കർ, ആ ബ്രോക്കർ മാത്രം പങ്കെടുപ്പിക്കാൻ വിടില്ല. അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏത് വിലയ്ക്ക് വാങ്ങിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലോസിംഗ് പ്രൈസിനേക്കാളും തലേ ദിവസത്തെ ക്ലോസിംഗ് പ്രൈസിനേക്കാളും ±20%, അത് മാത്രമേ ഉള്ളൂ ക്യാപ്പ്. അതിനേക്കാളും വേറെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പക്ഷേ ഇതിനകത്തുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ രീതിയിൽ തലേ ദിവസത്തെ ക്ലോസിംഗ് പ്രൈസിനേക്കാളും വളരെ ഉയർന്ന വിലയ്ക്കായിരിക്കും സാധാരണ ഓപ്ഷൻസിൻ്റെ അകത്ത് സെല്ല് ചെയ്യുക. മാക്സിമം ഹയർ സൈഡിലായിരിക്കും സെല്ല് ചെയ്യുക. കാരണം അന്ന് തന്നെ വേണമെന്നുള്ള ഒരു അർജൻസി ഉള്ളത് കൊണ്ട്, അന്ന് തന്നെ ഡെലിവർ ചെയ്യണം,
ആ ദിവസം തന്നെ ഡെലിവറി ചെയ്യണം. കാരണം 2 ദിവസം കഴിഞ്ഞിട്ട് പോരാ. അപ്പോൾ അതുകൊണ്ട് കോട്ട് ചെയ്യുന്ന പ്രൈസിനനുസരിച്ച് പലപ്പോഴും ഡിമാൻഡും ഉണ്ടാകുന്നതുകൊണ്ട് മിക്കവാറും ഇതൊരു അപ്പർ സർക്യൂട്ടിൽ 20% എന്ന് പറയുന്ന അപ്പർ സർക്യൂട്ടിലൊക്കെ തന്നെയായിരിക്കും മിക്കവാറും ട്രേഡ് ചെയ്യപ്പെടുക. അപ്പോൾ ഈ കൂടുതലായിട്ട് വരുന്ന പൈസ അത് ഈ ഷോർട്ട് ഡെലിവറി കൊടുത്ത ആളുടെ അടുത്ത് നിന്ന് ഈടാക്കും, സെല്ല് ചെയ്ത ആളുടെ അടുത്ത് നിന്ന് ഈടാക്കും. അപ്പോൾ ആദ്യത്തെ ഉദാഹരണം തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് 100 രൂപയ്ക്ക് വിലയുള്ള 10 ഷെയറാണ് നമ്മൾ വിറ്റത്. അപ്പോൾ അത് ഷോർട്ട് ഡെലിവറി ആയിപ്പോയി. അപ്പോൾ അത് മൂന്നാമത്തെ ദിവസം ഓപ്ഷനിൽ പോയി കഴിയുമ്പോൾ അതിൻ്റെ അപ്പർ സൈഡിലുള്ള വിലക്കാണ് വാങ്ങിച്ചത്, അതായത് 20% ഹയർ സൈഡിലുള്ള വിലക്കാണ് വാങ്ങിച്ചെന്ന് നിൽക്കട്ടെ, അതായത് 120 രൂപയ്ക്ക് വാങ്ങിച്ചു. അപ്പോൾ 10 1200 രൂപയായി. അതായത് കൂടുതലായി 200 രൂപ ആദ്യം സെല്ല് ചെയ്തതിനേക്കാളും കൂടുതലായി. ഇതിൻ്റെ കൂടെ എക്സ്ചേഞ്ച് 0.05% ട്രേഡഡ് വാല്യൂവിൻ്റെ അതും കൂടി അങ്ങോട്ട് ആഡ് ചെയ്യും. അതായത് 0.05 എന്ന് പറഞ്ഞാൽ 1200ൻ്റെ 0.05 ഏകദേശം 60 പൈസയോളം വരും. വലിയൊരു എമൗണ്ടായിട്ട് കണക്ക് കൂട്ടാനില്ല, ഇത് ചെറിയ എമൗണ്ട് ആയതുകൊണ്ട് തന്നെ. എനിവേ 0.05% കൂടെ ആഡ് ചെയ്യും. അപ്പോൾ ഈ 200 രൂപ അധികമായി വന്നതും 0.05% ആയിട്ടുള്ള 60 പൈസ, ഈ 200 രൂപ 60 പൈസയാണ് ഓപ്ഷൻ പെനാൽറ്റിയായി ഷോർട്ട് ഡെലിവറി ചെയ്ത ആളുടെ അടുത്ത് നിന്നും സെല്ലറുടെ അടുത്ത് നിന്നും ഈടാക്കുക. അപ്പം നിങ്ങളുടെ സെല്ല് ചെയ്ത ആളുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് നോക്കുമ്പോൾ കാണാം ആ സെല്ല് ചെയ്ത ദിവസത്തെ ഇതിൻ്റെ അകത്ത് അല്ലെങ്കിൽ T+2 എന്ന് പറയുന്ന ദിവസത്തിൻ്റെ അകത്ത് 1000 രൂപ ക്രെഡിറ്റ് വന്നത് കാണാം, 1200 രൂപ 60 പൈസ ഡെബിറ്റ് ആയതും കാണാം. അപ്പോൾ എഫക്റ്റീവായിട്ട് 200 രൂപ 60 പൈസ നഷ്ടത്തിലായി. അപ്പം നിങ്ങൾ വിചാരിക്കും, എന്നാൽ പിന്നെ ഈ പറഞ്ഞ T+2 ദിവസങ്ങളിൽ ഈ റിലയൻസിൻ്റെ വില 100 രൂപ എന്നുള്ളതിൻ്റെ അകത്ത് നിന്ന് 80 രൂപയിലേക്ക് പോയിരുന്നെങ്കിൽ നമുക്ക് ലാഭമല്ലേ എന്ന്. അതുണ്ടാകില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപ്രകാരം പറയുന്നത് ഒന്നുകിൽ ഈ പറഞ്ഞ സെല്ല് ചെയ്ത വില അല്ലെങ്കിൽ ഓപ്ഷൻ മാർക്കറ്റിലെ വില, രണ്ടിൽ ഏതാണോ ഉയർന്നത് ആ വിലയിലാണ് സെറ്റിൽ ചെയ്യുക. അതായത് 80 രൂപയിൽ എത്തിയാൽ പോലും നിങ്ങൾ 100 രൂപ എന്ന വില നിലവാരത്തിൽ തന്നെ കൊടുക്കേണ്ടി വരും. ആകെയുള്ളൊരു കാര്യം, നിങ്ങളുടെ നഷ്ടമെന്ന് പറയുന്നത് 0.05% എന്ന എക്സ്ചേഞ്ച് ഓപ്ഷൻ മാർക്കറ്റ് പെനാൽറ്റിയിൽ നിൽക്കുമെന്നുള്ളൊരു ലാഭം മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ലാഭം വരില്ല. എന്തായാലും ലാഭമുണ്ടാകില്ല, നഷ്ടമേ ഉണ്ടാകൂ. പിന്നെ നിങ്ങൾ ചോദിക്കും, അപ്പോൾ പിന്നെ ഈ 20 രൂപ വില താഴേക്ക് പോയി 20 രൂപ എവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ കാണിക്കുന്നുള്ളത്? ആ ഒരു കിട്ടുന്ന ലാഭം ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് സ്വരുക്കൂട്ടും, അല്ലാതെ സെല്ലർക്ക് ഒരു കാരണവശാലും കിട്ടില്ല. അപ്പോൾ അത് വിചാരിച്ചിട്ട് ആരും ഇനി ഷോർട്ട് ഡെലിവറി ചെയ്യാൻ നിൽക്കണ്ട. അടുത്തൊരു ചോദ്യം, ഈ ഓപ്ഷൻ മാർക്കറ്റിൽ ചെന്നിട്ടും ഈ സ്റ്റോക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെയും സംഭവിക്കാം. ലിക്വിഡിറ്റി ഒക്കെ കുറഞ്ഞ സ്റ്റോക്കാണെങ്കിൽ ചിലപ്പം ഓപ്ഷൻ മാർക്കറ്റിൻ്റെ അകത്ത് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ പിന്നെ ചെയ്യാനുള്ളൊരു കാര്യം ഇത് ക്ലോസ് ഔട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. വാങ്ങിച്ച ബയർക്ക് ഒരു 20% കൂടുതൽ, അതായത് 100 രൂപയ്ക്കാണ് നിങ്ങൾ വിറ്റത്, അതായത് 20% കൂടുതലായിട്ടുള്ളൊരു വില അത് നൽകി സെറ്റിൽ ചെയ്യും. 10 200 രൂപ കൊടുത്ത് സെറ്റിൽ ചെയ്യും. ഈ ഒരു കേസ് ആണെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയുക 1000 രൂപ ക്രെഡിറ്റ് എന്ന് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റിൽ കാണാം, 1200 രൂപ 60 പൈസ ഡെബിറ്റ് എന്നും പറഞ്ഞ് കാണാം. അപ്പോൾ ക്ലോസ് ഔട്ട് ചെയ്യുമ്പോൾ 20% എന്നുള്ള ഹയർ ലെവൽസിൽ തന്നെയാണ് ക്ലോസ് ഔട്ട് ചെയ്യുക. ഇതോടുകൂടി എല്ലാവർക്കും ഷോർട്ട് ഡെലിവറിയെ കുറിച്ചുള്ള സംശയങ്ങൾ മാറിക്കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.